രുചികരമായ കോഴിക്കോടൻ ഹൽവ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഹൽവ റെഡിയാക്കാൻ. നല്ല സൂപ്പർ ടേസ്റ്റി ഹൽവ ഇതുപോലെ ഉണ്ടാക്കാം. ഈ ഹൽവ കോൺഫ്ലവർ കൊണ്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ മൈദ കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടും അരിപ്പൊടി കൊണ്ടും എല്ലാം നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റി ഹൽവയുടേതാണ്. അത് കോഴിക്കോടൻ ഹൽവ എന്നോ ബോംബെ ഹൽവ എന്ത് വേണമെങ്കിലും പറയാം. നമുക്കോ കുഞ്ഞുങ്ങൾക്കോ ഒരു പീസ് ഹൽവ തിന്നണമെങ്കിൽ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഒരു 20 മിനിറ്റ് മതിയാവും. ഞാൻ പറയുന്ന ഈ അളവിലെടുത്താൽ നിങ്ങൾക്ക് ഒരു ചെറിയ കുടുംബത്തിന് ഒരു 2-3 ദിവസം ഈ 2 പീസ് കഴിക്കാൻ എന്തായാലും ഉണ്ടാവും. ഈ ഹൽവ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാനുള്ള കൊതി തോന്നും. അത്രയ്ക്ക് ടേസ്റ്റുമാണിത്. നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണം. ഈ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും മെത്തേഡും ഞാൻ പറയാം. ഈ ഹൽവയ്ക്ക് വേണ്ടി 1 കപ്പ് കോൺഫ്ലോർ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ1 കപ്പിന് 2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. 1 കപ്പ് കോൺഫ്ലോറിന് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. കോൺഫ്ലോർ മിക്സ് ചെയ്യാനൊന്ന് സ്പൂണിൽ ശ്രമിച്ചെങ്കിലും ഏറ്റവും നല്ല നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുന്നതായിരിക്കും. നന്നായി കലർത്തിയ ശേഷം ഇത് മാറ്റി വെക്കുക. ഹൽവ റെഡിയൊക്കെ ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് എടുക്കുന്നത്. അതിലോട്ട് തന്നെ 2 കപ്പ് ഷുഗർ, 1 കപ്പ് കോൺഫ്ലോറിന് 2 കപ്പ് ഷുഗറും 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. ഷുഗർ നന്നായിട്ട് ഉരുകി ചേർന്ന ശേഷം ഒരു 5-6 ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ നാരങ്ങ നീരൊഴിച്ച് കൊടുക്കണം. അത് ഷുഗർ ക്രിസ്റ്റലൈസ്ഡ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ലെമൺ ജ്യൂസ് പൊടിച്ചെടുത്ത ഏലക്കായ ഇതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് വെച്ച് കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. കൈവെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോവും. പെട്ടെന്ന് തന്നെ കുറുകും. കോൺഫ്ലോറാണ് നമ്മൾ ഒഴിച്ചു കൊടുത്ത കോൺഫ്ലോർ ബാറ്റർ കുറുകി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിന് വേണ്ടുന്ന ഹൽവയ്ക്ക് വേണ്ടുന്ന കളറ് ചേർത്ത് കൊടുക്കണം. റെഡ് കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കളറ് കൂടാതെ നമുക്കിനി വേണ്ടത് നെയ്യാണ്, ഗീ. അതൊരു 4-5 ടീസ്പൂൺ വേണ്ടി വരും. നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഈ മുറുകി വരുന്നതനുസരിച്ചിട്ട് ഇടയ്ക്കിടെ അങ്ങ് ചേർത്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ 5 സ്പൂണിലൊന്നും നിൽക്കില്ല, കുറച്ച് കൂടുതൽ വേണ്ടി വരും. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇടയ്ക്കിടെ ഒഴിച്ചു കൊടുക്കണം. ചേർത്ത് കൊടുക്കാന്ന്. ഹൽവ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ എടുത്തിട്ട് അതിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ അടിയിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോൾ ഇതിൻ്റെ പാകം ശരിയായിട്ടുണ്ടാവും. ഗ്ലാസ് ബൗളിൽ ഗീ കൊണ്ട് ഗ്രീസ് ചെയ്ത ശേഷം കുറച്ച് നട്ട്സ് അതിലേക്ക് വിതറി കൊടുത്തു. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച് ഹൽവ ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് നിരപ്പാക്കിയ ശേഷം 1-2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ വെച്ചാൽ മതി. നന്നായി തണുത്ത ശേഷം നമുക്ക് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി കോഴിക്കോടൻ ഹൽവ റെഡി. കോൺഫ്ലവർ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. മൈദ കൊണ്ടോ ഗോതമ്പ് കൊണ്ടോ ആണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ജോലി കൂടുതലുണ്ട്. അത് നമുക്ക് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് കുഴച്ചെടുത്ത ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ട് അതിലേക്കിട്ട് ഇങ്ങനെ ഞെരടി അതിൻ്റെ പാലെടുക്കുകയെന്ന് പറയും. മിൽക്ക് മാതിരിയായി കിട്ടും. അതിന് ശേഷം ആ മിൽക്ക് മാത്രം അരിച്ചെടുത്തിട്ട് ഊറാൻ വെക്കണം. ഇപ്പം രാത്രി തലേ ദിവസം ചെയ്തിട്ട് അത് ഊറി രാവിലെ ആ വെള്ളം, തെളിഞ്ഞ വെള്ളം കളയുക. പിന്നീടും വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നത്. കോൺഫ്ലോർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ജോലികളൊന്നും തന്നെയില്ല. മോൾഡിലേക്ക് ഒഴിച്ച് വെച്ച ഹൽവ തണുത്ത ശേഷം ട്രേയിലേക്ക് കമിഴ്ത്തിയിട്ടിട്ട് മറിച്ചെടുത്തു. ഇതുകൊണ്ട് ഗോതമ്പ് പൊടി ഉണ്ടാക്കുന്ന ഹൽവയുടെ കഥ പറഞ്ഞ് എൻ്റെ വീഡിയോ ഒന്ന് കുറച്ച് വിട്ടുപോയി, സോറി. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഹൽവയാണ്. ഇത് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് കഴിക്കാനും ഗസ്റ്റിനെ സൽക്കരിക്കാനും പറ്റും.
ഇത് കാണുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നുന്നില്ലേ? ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ചെറു കാര്യങ്ങൾ ചെയ്യാൻ മടി കാണിക്കാതെ വേഗം ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് മുട്ടിയിട്ട് പോകണേ. താങ്ക് യു ഫോർ വാച്ചിങ്.